ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇത് നമ്മൾ കാണിക്കുന്ന ഒരു മെഴുക്കുവരട്ടി റെസിപ്പിയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ചേനയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. ഈ മെഴുക്കുവരട്ടി കൂട്ടിയുള്ള ഊണെന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഊണ് തന്നെയായിരിക്കും. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ 500 ഗ്രാം ചേനയാണ് എടുത്തത്. നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വേവിക്കാൻ വെക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടിയിലാണത് വേവിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ചട്ടി തന്നെ വേവിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഏത് പാത്രത്തിൽ വേണമെങ്കിലും വേവിക്കാം. പക്ഷേ ചട്ടി വേവിക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ കിട്ടാറുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ഇങ്ങനെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴത്തേക്ക് അതിന് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. ഞാൻ വേവിക്കാൻ വെച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കണ്ട് നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഇളക്കി ഒന്നും കൂടി അടച്ചു വെച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി. സാധാരണഗതിയിൽ ഈ സമയത്ത് വെന്ത് വരേണ്ടതാണ്. ചില ചേനകൾ വേവ് കൂടുതലും കുറവൊക്കെ വരാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ ചേന ഇച്ചിരി വേവുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ ഇതുപോലെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം ഞാനിനി അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. കാരണം ബാക്കി ഒരു ശകലം വെള്ളം ഉള്ളത് തന്നെ അവിടെ നിന്ന് വറ്റിക്കോളും. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള മസാലയ്ക്ക് വേണ്ടി ഞാൻ ചെറിയുള്ളിയാണ് ചേർത്തത്. ഒരു 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 വറ്റൽമുളക്, ഒരു 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്തായിരുന്നു. അത് പക്ഷേ വീഡിയോ മിസ്സായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉലത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴന്ന് വരട്ടെ. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 നുള്ള് കായം. ഈ കായം കൂടി ചേർത്ത് കൊടുത്തതിന് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിനകത്ത് നമുക്കൊരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ എല്ലാം കൂടി നല്ല പോലെ യോജിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ലുക്കാണ്. ചേന ഇങ്ങനെ റെഡിയാക്കി എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. പിന്നെ ചിലക്ക് കൈയൊക്കെ ചൊറിയുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ചൊറിച്ചിൽ കുറച്ചൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോറിന് വേണ്ടിയിട്ട് ഒന്ന് എടുക്കാം. ഞാൻ ഇന്നത്തെ ചോറിന് വേണ്ടി എൻ്റെ കറികൾ ഇന്ന് സാമ്പാറുണ്ട്, അതുപോലെ തന്നെ മീനും പിന്നെ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടിയും അച്ചാറും ഒക്കെ കൂടി കൂട്ടിയിട്ട് നല്ലൊരു ഊണ് തന്നെയാണ്. ഇപ്പം നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ കൂടെ ഒരു പപ്പടോ അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചേന മെഴുക്ക് പുരട്ടി നല്ലൊരു ചാറ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ടുള്ളൊരു ഊണ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.